വിവാഹപ്പന്തലിലെ തിരക്കുകൾക്കിടയിൽ വരനെ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മ മാഡിയോടു അത് പറഞ്ഞത്. ആ പെൺകുട്ടി അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ വരന്റെ സ്ഥാനത്ത് നീ ഇരിക്കേണ്ടതായിരുന്നു മാഡി. അമ്മയുടെ വാക്കുകളിൽ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു. എന്നാൽ മാഡി ശാന്തനായി ചോദിച്ചു, അമ്മേ, അവൾ എന്നെ വേണ്ടെന്ന് വെച്ചതിൽ എന്റെ തെറ്റെന്താണ്? വിടമ്മേ, നല്ല ബിരിയാണി കഴിക്കാനുള്ള ഈ അവസരം നമ്മൾ എന്തിനാ വെറുതെ കളയുന്നത്? അതും പറഞ്ഞ് മാഡി നേരെ ഭക്ഷണശാലയിലേക്ക് നടന്നു. ബിരിയാണി കഴിക്കാനായി ചെന്ന മാഡി അവിടെ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. ഭക്ഷണത്തിന്റെ പേരിൽ കാറ്ററിംഗുകാരുമായി തർക്കിക്കുന്ന രമ്യ എന്ന പെൺകുട്ടി. അവളെ കണ്ട നിമിഷം തന്നെ മാഡിക്ക് ഉള്ളിലൊരിഷ്ടം തോന്നി. ആ വിവാഹവേദിയിലെ വരൻ മുമ്പ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് രമ്യയെയായിരുന്നു. എന്നാൽ രമ്യ അവനെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് അയാൾ ഇന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. വിവാഹദിവസം രമ്യയുടെ മാതാപിതാക്കൾ വരനും വധുവിനും നൽകിയ ഗിഫ്റ്റിലറിയാതെ രമ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാരിയും ഉൾപ്പെട്ടിരുന്നു. അത് തിരികെ എടുക്കാനായി അവൾ ഗിഫ്റ്റ് റൂമിലെത്തി. പക്ഷേ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അവൾ അത് തുറക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് മാഡി അവിടേക്ക് ചെന്നു. രമ്യയുടെ തലയിലെ ഹെയർപിൻ വാങ്ങി മാഡി നിമിഷനേരം കൊണ്ട് ആ പൂട്ട് തുറന്നു. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന രമ്യയോട് മാഡി പറഞ്ഞു, എനിക്കൊരു പൂട്ടുകടയുണ്ട്. പൂട്ടുകൾ നിർമ്മിക്കാനും തുറക്കാനും എനിക്ക് നന്നായി അറിയാം. ഗിഫ്റ്റ് റൂമിനുള്ളിലിരുന്ന് അവർ പരസ്പരം സംസാരിച്ചു. തങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും പങ്കുവച്ചപ്പോൾ അവർക്കിടയിൽ പ്രണയം മൊട്ടിട്ടു. ഇതേസമയം പുറത്ത് മറ്റൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ടായിരുന്നു. മാഡിക്കും രമ്യയ്ക്കും വേണ്ടി ആലോചനകൾ നടത്തുന്ന വിവാഹ ബ്രോക്കർ വഴി അവരുടെ മാതാപിതാക്കൾ അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടി. മക്കളുടെ ഫോട്ടോകൾ വാട്സാപ്പിലൂടെ കൈമാറിയ അവർ മാഡിയും രമ്യയും തമ്മിലുള്ള വിവാഹം അവിടെ വെച്ച് ഉറപ്പിച്ചു. തങ്ങളെ വേണ്ടെന്ന് വെച്ചവരുടെ കല്യാണത്തിനെത്തിയ അവർ അറിയാതെ തന്നെ സ്വന്തം വിവാഹത്തിന് ഒരുങ്ങുകയായിരുന്നു. മുറിക്കുള്ളിലിരുന്ന് ഫോണിലെ ചിത്രങ്ങൾ പരസ്പരം കാണിച്ച് അവർ ഇഷ്ടം കൈമാറി. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ മാതാപിതാക്കൾ ഉറപ്പിച്ച ബന്ധം തങ്ങൾ ആഗ്രഹിച്ചയാൾ തന്നെയാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് അളവറ്റ സന്തോഷമായി. അധികം വൈകാതെ അവർ വിവാഹിതരായി. ഒരു മാസത്തെ മനോഹരമായ ഹണിമൂൺ ആഘോഷത്തിനുശേഷം ജീവിതം പതിവ് രീതിയിലേക്ക് മാറി. ഒരു ദിവസം മാഡി അല്പം സങ്കടത്തോടെ പറഞ്ഞു, രമ്യ, നമ്മുടെ സന്തോഷം പോലെ തന്നെ പ്രധാനമാണ് വീടിന്റെ ലോൺ തിരിച്ചടയ്ക്കുന്നതും. എനിക്കെന്റെ വീട് വളരെ വലുതാണ്. നമുക്ക് ഒരുമിച്ച് കഷ്ടപ്പെട്ട് ആ ബാധ്യത തീർക്കണം.